ഗായ്സ്, കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ സുധീഷിൻ്റെ വീട്ടിൽ ഒരു കുടുംബാംഗത്തെ പോലെ അങ്ങ് തന്നെ ആയിരിക്കുകയാണ് കേട്ടോ. വളരെ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ടുള്ളത്. നല്ലൊരു കല്ലക്കൻ സീരിയൽ കൂടിയാണ് കേട്ടോ. നല്ല സ്റ്റോറിയും അതുപോലെ തന്നെ കണ്ടിരിക്കാൻ നല്ല രസമൊക്കെയാണ്. അങ്ങനെ നിധി ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിധിയുടെ സ്വന്തം വീട് പോലെ നിധി കാണുകയാണ്. അതേസമയം നമ്മുടെ സുഭാഷ് ഏട്ടന് വിവാഹാലോചനകളൊക്കെ നോക്കുവാണ് നിധി കേട്ടോ. കാരണം സുനന്ദയായിട്ടുള്ള വിവാഹം നടക്കില്ല എന്നുള്ള ഒരു ഇത് വരുമ്പോൾ സുനന്ദയ്ക്ക് മറ്റൊരു വിവാഹം ആലോചിച്ച് കഴിയുമ്പോൾ നിധിക്ക് ഭയങ്കര വിഷമാവുകയാണ്. സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് അതിന് മാട്രിമോണി കൊടുക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യാണ്. പക്ഷെ സാഹചര്യം കൊണ്ട് അത് നടക്കാതെ വരികയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ നിധി മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് സുനന്ദയുടെ വീട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് സുനന്ദയുടെ അമ്മ ലളിതയോടും വല്യച്ഛനോടും ഒക്കെ ആയിട്ട് വിവാഹാഭ്യർത്ഥന നടത്തുകയാണ് സുഭാഷിന് വേണ്ടിയിട്ട്. എന്നാൽ സുനന്ദയുടെ അച്ഛൻ ആട്ടിയിറക്കാണ് നിധിയെ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നിധി പറയുന്നുണ്ട് മറ്റൊരു മാട്രിമോണി വിവാഹത്തെക്കുറിച്ചിട്ടും. അതിനുശേഷം അവിടെ ഇവരെല്ലാവരും കൂടെ പെണ്ണ് കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ പെണ്ണ് കാണാൻ ചെന്ന് കഴിയുമ്പം ആ പെൺകുട്ടിയുമായിട്ട് നമ്മുടെ സുഭാഷ് സംസാരിക്കുന്നുണ്ടെങ്കിലും പെൺകുട്ടിയോട് എപ്പോഴും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ സുഭാഷ് സംസാരിക്കുന്നത്, ഒരു ബോറനെ പോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഓരോന്ന് പാചകം ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അങ്ങനെ രണ്ടു കൂട്ടരും ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോരുകയാണ്. അതിനുശേഷം ഈ പെൺകുട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സുഭാഷിനെ. ആ സമയം എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് സുഭാഷിനെ വിളിച്ച് ഈ പെൺകുട്ടി ചോദിക്കാൻ ഞാൻ ഇന്ന ആളാണ്, ഈ കുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ആ പറഞ്ഞോളൂ എന്ന് പറയാം. അപ്പം മറ്റുള്ളവരെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നിധിയുമൊക്കെ സുഭാഷിയായിട്ട് സംസാരിക്കുമെന്ന് പറയാം. പക്ഷെ സുഭാഷ് വീട്ടിലെ കറിയെക്കുറിച്ചിട്ടും ഇന്ന് വെച്ച കറിയെക്കുറിച്ചിട്ടും ഇന്ന് പുറത്തുനിന്ന് പൊറോട്ടയൊക്കെ വാങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അതുപോലെ തനിക്ക് കുക്ക് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം, അതൊക്കെയാണ്. അങ്ങനെ കുറേയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഈ പെൺകുട്ടി അതിനൊക്കെ മറുപടി പറയുന്നുണ്ടെങ്കിലും പിന്നെ ആ കുട്ടിക്ക് അങ്ങ് ബോറായിട്ട് തോന്നുക. ഇങ്ങനെ ഒരു ബോറനാണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നുകയാണ്. ആ കുട്ടി ഇങ്ങനെ ചെവിയിൽ നിന്ന് ഫോണെടുത്ത് കൈ പിടിച്ച് ബോറടിച്ച് സുഭാഷിൻ്റെ സംസാരമൊക്കെ കേൾക്കുക. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഭാസ്കരനും പറയുന്നുണ്ട് കേട്ടോ, എടാ ഇവൻ എന്തിനാ ഫോൺ നമ്പർ വാങ്ങിക്കൊടുത്തത്? ഇവൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഈ ഭേദം സംസാരിക്കാതിരുന്ന ഇവന് പിന്നെയും പെണ്ണ് കിട്ടും. സംസാരിച്ച ഇവൻ ആരെങ്കിലും പെണ്ണ് കൊടുക്കുമോ? അപ്പം സുധീഷ് ചോദിക്കുക, അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ? അല്ല, നിങ്ങളൊന്ന് കേട്ടു നോക്കാം അവൻ എന്താ പറയുന്നതെന്ന്. അപ്പോൾ ഇവർ ചെല്ലുക, നികേഷ് ചെല്ലുക. നികേഷ് എന്ന് ഇളയാളാണല്ലോ നികേഷ് എന്ന് കേട്ടിട്ട് വന്ന് പറയുകയാണേ. അപ്പോൾ നിധിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് സംസാരിക്കാൻ, അച്ഛൻ പറഞ്ഞത് നീര് തന്നെയാണ് കേട്ടോ. രാവിലെ വീട്ടിൽ പാചകം ചെയ്യും, ഉച്ചയ്ക്ക് പാചകം ചെയ്യുന്ന കറി മിച്ചം വന്നു കഴിഞ്ഞാൽ അതെടുത്ത് വൈകിട്ടത്തേക്ക് വെക്കും, എന്നിട്ട് അതൊരു തോരൻ പോലെ ആക്കിയെടുക്കും. ഇങ്ങനെയൊക്കെയാ സുഭാഷ് ഏട്ടൻ സംസാരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ നീതിയും ബാക്കിയുള്ളവരും എല്ലാം പറയും, അയ്യോ എന്തൊരു ബോറാ, ഇങ്ങനെയൊക്കെയാണോ ആ പെൺകുട്ടിയോട് സംസാരിക്കേണ്ടത്? അപ്പോഴേ നികേഷ് പറയാം, ഇതൊക്കെ നടന്നെന്ന് പറയാം, എന്തെങ്കിലും ആവുമെന്ന് ആർക്കറിയാം, എന്തൊരു ബോറ് എന്ന് പറയാണേ. അങ്ങനെ നമ്മുടെ സുഭാഷ് സംസാരിച്ച് ഫോണൊക്കെ വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ പറയുന്നുണ്ട് ഇത് നടന്നാൽ മതിയായിരുന്നു, സുഭാഷ് ഏട്ടൻ്റെ ജീവിതം ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഇത് നടക്കണമെന്ന് നിധി പറയുകയാണേ. അപ്പോൾ നമ്മുടെ സുധീഷും പറയുന്നുണ്ട് ആ ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ നിധിയും നികേഷും കൂടെ അമ്പലത്തിൽ പോയി അവർ തൊഴാനായിട്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ സുധീഷ് എങ്ങനെയെങ്കിലും നിധിയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് സുധീഷും ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് സുധീഷ് ഇങ്ങനെ ശയനപ്രദക്ഷിണമൊക്കെ നടത്തി കാണിക്കാൻ നിധിയെ നല്ല ഭക്തിയൊക്കെ ഉള്ള ആളാണെന്നും നിധിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും ഒക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുധീഷ് അവിടെ ചെന്ന് നിൽക്കുക. സുധീഷ് ഇങ്ങനെ നിന്നിട്ട് നിധിയും നികേഷൂടെ നടന്നു വരുമ്പം അവർ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം അവരുടെ മുമ്പിൽ കൂടി ഒന്ന് ഉരുളണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പോൾ അവരവിടെ നിന്ന് നടന്നു വരുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ നിലത്ത് കിടന്നിട്ട് ശയനപ്രദക്ഷിണം നടത്തുകയാണേ. അങ്ങനെ നടത്തുന്നുണ്ടെങ്കിലും അവരത് കാണുന്നില്ല, അവരങ്ങോട്ട് കയറിപ്പോവുക. അപ്പോഴേക്ക് സുധീഷ് ചാടി എണീക്കുക. എന്നിട്ട് പറയാം, ഇത് നിങ്ങൾ കണ്ടില്ലല്ലോ, ഇനി അപ്പുറത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ പോയി നിൽക്കുക. ഇവർ വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഭക്തിയായിട്ടൊന്നുമല്ല, അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് അവരെ ഇറങ്ങാൻ വരുന്നിടത്ത് പോയി കിടന്ന് പിന്നെ ഉരുളാണ്, അതും കാണുന്നില്ല. അപ്പം നികേഷ് പറയുന്നുണ്ട്, ചേച്ചി നമുക്ക് അവിടെയും കൂടെ പോയി തൊഴാം എന്നും പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ് നിധിയെ. അപ്പം കാണുന്നില്ല, ഇതും കണ്ടില്ല, ഇനി ഇപ്പം കറങ്ങി ചുറ്റി അപ്പുറം ചെന്ന് പ്രദക്ഷിണം വയ്ക്കാം എന്നും പറഞ്ഞ് പിന്നെ
പിന്നെയും സുധീഷ് പാവ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് കുറച്ചുകൂടെ മാറി അവർ ഇറങ്ങി വരുന്ന ഒരു സ്റ്റെപ്പുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് പോയിട്ട് കിടന്ന് പ്രദക്ഷിണം വയ്ക്കുക, ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷ് കാണുകയാണ്. അപ്പം നികേഷ് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. അപ്പം നികേഷ് നോക്കി നിൽക്കുന്ന കാണുമ്പോഴേക്കും നിധി ചോദിക്കുക, എന്താ നികേഷ് നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അത് ഏടത്തി ദേ ഇപ്പം ആ കേൾക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, അതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ആരാന്ന് നോക്കാലോ, മുഖവും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയാം, പരിചയമുള്ള ശബ്ദമാണല്ലോ എന്ന് പറയാം. അപ്പം നിധി പറയാണേ, പരിചയമുള്ള ശബ്ദം, വാ നമുക്ക് നോക്കാം ആരാന്ന് എന്നും പറഞ്ഞ് ഇവർ രണ്ടുകൂടെ ഇറങ്ങി ചെല്ലുക നേരെ ആരാണെന്ന് നോക്കാൻ. അപ്പോഴും നമ്മുടെ സുധീഷ് കിടന്ന് ഇങ്ങനെ ഉരുളുക. സുധീഷാണെങ്കിൽ ഉടായ്പിന് കൈയും കാലും വെച്ചാണല്ലോ, അങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുമ്പം അപ്പം നികേഷ് വന്നിട്ട് ചോദിക്കുക, ആഹാ സുധീഷ് എന്നായിരുന്നോ, ഇതെന്താ ഇപ്പം പുതിയ ഡ്രാമ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് സുധീഷ് കിടന്നുകൊണ്ട് പറയാം, നിങ്ങളെന്താ ഇവിടെ, ഞാനാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ, ഒരു ശയന പ്രദക്ഷിണവും ചെയ്യാൻ വേണ്ടി വന്നതാ, കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ ശയന പ്രദക്ഷിണ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് വന്നതാ, നിങ്ങൾ എന്തിനു വന്നതാ എന്ന് ചോദിക്കുക. അപ്പം നികേഷ് പറയാം, ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വന്നു, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് സുധീഷ് ചേട്ടൻ അറിയില്ലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ സുധീഷ് പറയും, എനിക്കറിയൊന്നുമില്ലായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടൊന്നും വന്നതൊന്നും അല്ല കേട്ടോ, നിങ്ങളെ ഇപ്പോഴാണ് ഞാൻ കാണുന്നതെന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ നികേഷിന് മനസ്സിലാകുകയാണ് ഇത് ഉടായ്പാണെന്നുള്ള കാര്യം. അപ്പോൾ നിധി ചോദിക്കുക, എന്തിനാ ഇപ്പം ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ ഉരുളുന്നതെന്നൊക്കെ ചോദിക്കുക. എനിക്കൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറയാം. എന്നിട്ട് പാവം പോലെ ഇങ്ങനെ പറയണേ, എടാ നികേഷെ, അത് കണ്ടോ, അവിടെ ശതീന പ്രദക്ഷിണം ചെയ്യുന്നവരെല്ലാം കൂടെ ആളുണ്ട്, അവരെല്ലാം ഉരുട്ടി വിടാൻ ആളുണ്ട്, എന്നെ ഒന്നും ഉരുട്ടി വിടാൻ ആരുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പാടാ, നീ ഒന്ന് ഉരുട്ടി വിടറാന്ന് പറയാം. അപ്പോൾ നികേഷ് പറയാം, വാ ഉരുട്ടി വിടാം, ഇനി ഉരുട്ടി വിടാത്തത് കൊണ്ട് വേണ്ട എന്നും പറഞ്ഞ് നികേഷ് ഇങ്ങനെ സുധീഷിനെ ഉന്തി വിടുകയാണ്. നിധിയും കൂടെ നടക്കുന്നുണ്ട്. അപ്പം നിധി കൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഭക്തിയൊക്കെ അഭിനയിച്ച് ഭയങ്കര സന്തോഷമാണ് സുധീഷിന്. അങ്ങനെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് എണീക്കാനേ പറ്റുന്നില്ല. നികേഷും നിധിയും കൂടി പിടിച്ചെണീപ്പിച്ച് അവിടെ ഒരു സ്റ്റെപ്പിൽ അങ്ങ് ഇരുത്തുമ്പോൾ അയ്യോ എനിക്ക് ദേഹം വേദനിക്കുന്നേ, കുറച്ചധികം പ്രദക്ഷിണം ചെയ്തു അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ സുധീഷ് പറയാം. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പം എന്തിനാ ഈ ശയന പ്രദക്ഷിണം ചെയ്തത്, ഈ ശയന പ്രദക്ഷിണമൊക്കെ ചെയ്തത് എല്ലാം നിധിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാം. അപ്പം നിധി ചോദിക്കുക, എനിക്ക് വേണ്ടിയിട്ട് എന്തിനാ സുധീഷ് ശയന പ്രദക്ഷിണം ചെയ്തത്, അതെ നിധിയുടെ സർട്ടിഫിക്കറ്റൊക്കെ പോയില്ലേ, ഇനിയിപ്പോൾ ജോലിയൊന്നും കിട്ടത്തുമില്ലല്ലോ, അപ്പം നിധിയുടെ സർട്ടിഫിക്കറ്റൊക്കെ തിരിച്ചു കിട്ടി നിധിക്ക് നല്ല ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തതാ എന്ന് പറയണേ. അപ്പം നികേഷ് പറയും, ഡ്രാമ നന്നായിട്ടുണ്ട് അഭിനയം എന്ന് പറയണേ. അഭിനയമൊന്നുമല്ല, ആത്മാർത്ഥമായിട്ടാന്ന് പറയാം. അപ്പം നിധി പറയാം, മനസ്സിലായി ആത്മാർത്ഥത, വേറെ എന്തെങ്കിലും പറയാം, ഇപ്പോൾ ഒരു ശയന പ്രദക്ഷിണം എനിക്ക് വേണ്ടിയിട്ട്, വേറെ പണിയൊന്നുമില്ല എന്നും പറഞ്ഞ് നിധി അങ്ങോട്ട് കയറി പോവാ. നികേഷെ വാടാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോവാണേ. അപ്പം നികേഷ് പറയുന്നുണ്ട്, ആക്ടിങ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോവാണ് സുധീഷിനോട്. സുധീഷ് അവിടെ ഇതും പഠിച്ചില്ല, ഞാൻ എന്താ ആത്മാർത്ഥമായിട്ട് ഉരുണ്ടതാ, ഇതിപ്പോഴും അവളുടെ മനസ്സിലൊന്നും കയറി പറ്റാൻ പറ്റിയിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് അങ്ങ് പോകാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ചാടി എണീറ്റ് നമ്മുടെ സുധീഷ് അങ്ങ് പോകുന്നുണ്ട്. അതേസമയം ഈ സുനന്ദയ്ക്കാണെങ്കിൽ വിവാഹാലോചനയെല്ലാം ഉറപ്പിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ സുനന്ദ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സുഭാഷിനാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് സുനന്ദയുടെ കാര്യം ആലോചിച്ചിട്ട്. പക്ഷേ എന്നാൽ ചെന്ന് വിളിച്ചുകൊണ്ട് വരാനോ ഒന്നുമുള്ള ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇതൊന്നും ഇല്ല, എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളേ. ജോലിക്ക് പോയിരിക്കുകയാണ് സുഭാഷ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പെങ്ങളുടെ കല്യാണമൊക്കെ ആലോചിച്ചു, പയ്യനൊക്കെ വന്ന് കണ്ടെങ്കിലും അവൾക്ക് ആ പയ്യനെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, അവൾക്ക് ആ വിവാഹത്തിനോട് താല്പര്യമില്ല എന്ന് പറയാം, എന്നെ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ സുഭാഷ് പറയുന്നുണ്ട്, ആ പെണ്ണിന് പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളെല്ലാം കൂടെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, കാര്യം അവളല്ലേ ജീവിക്കേണ്ടത്, അതുകൊണ്ട് അതാ നോക്കണ്ടേന്ന് പറയാം. അപ്പോൾ സുഭാഷിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, അതെ ഇത്തിരി നല്ല പൈസയുള്ള വീട്ടിലെ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു സാമ്പത്തികമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഈ വിവാഹം അങ്ങ് നടത്തിയേക്കാന്ന് വിചാരിച്ചത്. പക്ഷെ പയ്യനെ അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയാം, പയ്യനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഈ വിവാഹം നടത്തിയിട്ട് കാര്യമില്ല, എത്ര പണമുണ്ട് സ്വത്തുണ്ടെന്ന് പറഞ്ഞാലും പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നടത്തരുതെന്ന് പറയാം. അങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സുഭാഷിൻ്റെ ഫോൺ വീണ്ടും അടിക്കുകയാണ്. ഫോൺ അടിക്കുമ്പോഴേക്കും ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, ആരാന്ന് നോക്കിക്കേന്ന് പറയാം. അപ്പം നോക്കുമ്പോൾ ഒരു നമ്പരാന്ന് പറയാൻ, എന്നാൽ അതിങ്ങ് തന്നേന്ന് പറയാം. അങ്ങനെ തരുമ്പോൾ അത് കട്ടായി പോകുമ്പോൾ വീണ്ടും ഈ പെൺകുട്ടി വിളിക്കുകയാണ്. ഈ പെണ്ണ് കാണാൻ പോയ അവിടുത്തെ പെൺകുട്ടി വീണ്ടും വിളിക്കുമ്പം സുഭാഷ് എടുത്തപ്പോൾ ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്, അതെന്താ ഫോൺ എടുക്കാതിരുന്നത്, ഇത്ര മുമ്പേ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലായിരുന്നല്ലോ, ജോലി തിരക്കായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം.
അപ്പോൾ പറയാം എന്നിട്ട് എന്താ തിരിച്ച് വിളിക്കാൻ നീ എന്ന് ചോദിക്കുക. അല്ല ഞാൻ തിരിച്ച് വിളിക്കാൻ വന്നപ്പോൾ കുട്ടി ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചില്ലേ, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നതെന്ന് പറയുകയാണേ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഏതാ എന്നൊക്കെയുള്ള കാര്യങ്ങളും ജോലിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ സുഭാഷ് പറയുന്നത്. അല്ലാതെ വേറൊന്നും ആ പെൺകുട്ടിയെ കുറിച്ചിട്ട് ചോദിക്കുന്നൊന്നുമില്ല. മൊത്തം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജോലിയുടെ കാര്യങ്ങൾ, സിമെൻറ്റ് കൂട്ടുന്നതിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്ര വേണം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പെണ്ണ് കുറച്ച് നേരം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ പെണ്ണിന് ബോറിനായിട്ട് തോന്നുകയാണേ. ഇതൊരു ബോർ ഏർപ്പാടാണല്ലോ എന്നൊക്കെ ആ പെണ്ണ് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല സുഭാഷിൻ്റെ സംസാരം. കാരണം ആ പെൺകുട്ടിയോട് വിവാഹത്തെക്കുറിച്ചോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചോദിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, അതും അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രം ഇങ്ങോട്ട് മിണ്ടുക. സുഭാഷിൻ്റെ മനസ്സിലൊക്കെ സുനന്ദയെക്കുറിച്ചിട്ടുള്ള കുറേ ചിന്തകളൊക്കെയാണേ. അങ്ങനെ പോവുകയാണ്. അതേസമയം പിന്നെ ഉച്ചയാകുമ്പം ഇവർ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ജോലിക്കാരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സുഭാഷും ഭക്ഷണം കഴിക്കാനിരിക്കുക. ആ സമയത്ത് ഈ പെൺകുട്ടി വിളിക്കുന്നുണ്ട്. പെൺകുട്ടി വിളിക്കുമ്പോൾ സുഭാഷ് ഫോൺ എടുക്കുക. അപ്പോൾ എന്തെടുക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയാം. അപ്പം ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ബ്രേക്കാന്ന് വിചാരിച്ചാൽ ഞാൻ വിളിച്ചതെന്ന് പറയും. ബ്രേക്കാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം. അപ്പോൾ അതിനോട് ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചില്ല, അമ്മ കുക്ക് ചെയ്യുന്നേ ഉള്ളൂ, എന്താണെന്നറിയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയാം അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല, ഞാൻ നോക്കിയില്ല, ഇനിയിപ്പോൾ കഴിക്കാറാകുമ്പോൾ ചെന്നിരിക്കണം, ചെന്ന് നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഈ സുഭാഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ കറി വെച്ചേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇന്ന് ഞാൻ സാമ്പാർ വെച്ചു, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ചു എന്ന് പറയുക. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയോ, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി സാമ്പാറോ വെച്ചത് എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയേ അങ്ങ് നന്നായിട്ട് ഉലർന്നു വന്നില്ല, ആകെപ്പാടെ ഒരു ഫ്രൈ ആയിട്ടില്ല, അതുകൊണ്ട് അതത്ര സുഖമില്ല. നികേഷിനെ നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വേണം, അല്ലെങ്കിൽ അവനത് കഴിക്കില്ല. ഇന്ന് എൻ്റെ രാവിലത്തെ ജോലി തിരക്കിനിടയ്ക്കിൽ അത് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല എന്ന് പറയാം. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുക സുഭാഷ് എന്നാണോ വീട്ടിലെ കുക്കൊക്കെ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ചോദിക്കുക. അതെ, ഞാനാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, വീട്ടിലെ പാചകം എല്ലാം ഞാനാണ് ചെയ്യുന്നത്, രാവിലെ എണീറ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോരുന്നത്, ഇനി വൈകിട്ട് ചെന്ന് അത്താഴത്തിനുള്ളതൊക്കെ ഉണ്ടാക്കും, എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിനോട് ചോദിക്കുന്നുണ്ട് അറിയാവോ എന്നൊക്കെ കുക്ക് ചെയ്യാൻ. അപ്പോൾ ആ പെൺകുട്ടി പറയാം എനിക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ചോദിക്കുന്നുണ്ട് നിധി ഒന്നും ചെയ്യില്ലെന്ന് ചോദിക്കുക, അനിയൻ്റെ ഭാര്യ. അപ്പോൾ സുഭാഷ് പറയാം നിധി വീട്ടിലേക്ക് വന്നിട്ട് 2-3 മാസമല്ലേ ഉള്ളൂ, ആ കുട്ടിക്ക് അങ്ങനെ അധികമൊന്നും ചെയ്യാനും അറിയില്ല, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാൻ പറയാറില്ല, എല്ലാ ജോലികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അതും പിന്നെ ഇങ്ങനെ കുക്കിങ്ങിനെ കുറിച്ചിട്ടും ഓരോരോ ഫുഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടും മാത്രം ഇങ്ങനെ ബോറായിട്ട് സുഭാഷ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ പെൺകുട്ടി ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഫോൺ കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണേ ഇതിപ്പോൾ ശരിയായിട്ട് പോകുന്നു തോന്നുന്നില്ല. ഇപ്പോൾ 2-3 പ്രാവശ്യം അതും ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് വിളിച്ചത്, പുള്ളിക്കാരൻ ഇങ്ങോട്ടൊന്നും വിളിച്ചിട്ട് പോലുമില്ല. വിളിച്ചിട്ടും സംസാരിച്ച മൊത്തം പാചകത്തെക്കുറിച്ചിട്ടും കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടും ഒക്കെ, അല്ലാതെ വേറൊരു കാര്യം എന്നോട് ചോദിക്കാനുമില്ല. പാചകത്തെക്കുറിച്ചൊക്കെ ആവശ്യമില്ലാതെ അങ്ങ് കത്തിക്കേറി പോവുക. ഒരു ബോറനാളെന്ന് തോന്നുന്നു, ഇയാളുമായിട്ട് ഞാൻ ചേർന്ന് പോകുന്നു തോന്നുന്നില്ല. വെറുതെ ഇങ്ങനൊരു വിവാഹം കഴിച്ചാൽ അത് ബോറായിരിക്കും. ഇതെങ്ങനെയാ വേണ്ടെന്ന് പറയാ, പുള്ളിയോട് വിളിച്ച് എങ്ങനെയാ പറയുന്നത്, നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ പുള്ളിക്ക് വിഷമാവില്ലേ? ഒരു കാര്യം ചെയ്യാം, പുള്ളിയുടെ അനിയൻ്റെ വൈഫുണ്ടല്ലോ നിധി, പുള്ളിക്കാരിയെ വിളിക്കാം, വിളിച്ചിട്ട് കാര്യം പറയാം, അല്ലാതെ ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് ആ പെൺകുട്ടി വിചാരിക്കുക. അങ്ങനെ ഈ വൈകിട്ട് രാത്രിയിൽ ഇവരെല്ലാം ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. നിധിയും സുഭാഷും വന്നിട്ടില്ല അതേസമയം, അതുപോലെ ഭാസ്കരനും ഇല്ല. നിധിയും നികേഷും ഹരീഷും സുധീഷും ഉണ്ട്. ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമ്പാറും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. അപ്പം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി നികേഷ് കൂട്ടുന്നില്ല, എനിക്കിതൊന്നും ഇഷ്ടമില്ല, എനിക്ക് നല്ല ഫ്രൈ ആയിട്ട് വേണം, ഇന്ന് എന്ത് പറ്റി സുധീഷ് ചേട്ടനെന്ന് അറിയില്ല, ഇതത്ര ഫ്രൈ ആയിട്ടില്ല എന്നൊക്കെ പറയുക. അങ്ങനെ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാസ്കരൻ വരികയാണെ, ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിട്ട് കഴിക്കുക. ഭാസ്കരൻ വരുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഊണാണോ, എന്താ കറിയെന്ന് ചോദിക്കുക. അപ്പോൾ നിധി പറയുന്നുണ്ട് സാമ്പാറുണ്ട് എന്ന് പറയാം. സാമ്പാർ ആർക്ക് വേണം ഈ സാമ്പാർ എന്ന് പറയാം. അപ്പോൾ നിധി പറയുന്നുണ്ട് വെണ്ടയ്ക്ക ഫ്രൈയും ഉണ്ടെന്ന് പറയും. വെണ്ടയ്ക്ക ഫ്രൈ ഇതൊക്കെ കൂട്ടി എങ്ങനെ കഴിക്കാനാ, ഞാൻ ചിക്കൻ 65 കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് നിധിയെ കഴിച്ചു, ഇത് കൂട്ടിയൊക്കെ എങ്ങനെ കുട്ടി കഴിക്കാനാ, വീട്ടിൽ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചതല്ലേ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കഴിച്ചിരിക്കാൻ പറ്റുമോ, അതുകൊണ്ട് മോൾ ഇത് കഴിച്ചോ, ഇവന്മാർക്കൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ചിക്കൻ 65 ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഭാസ്കരൻ. നിധിക്ക് ഭയങ്കര സന്തോഷമാവുക. നിധി അന്നേരം കഴിക്കുമ്പോൾ നിധിയോട് പറയുന്നത് ഇവർക്കൊന്നും കൊടുക്കണ്ട കേട്ടോ എന്ന് പറയാം. അങ്ങനെ നിധി പറയാം എല്ലാവരും എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞ് നികേഷിനും ഹരീഷിനും ഒക്കെ കൊടുക്കുക. അന്നേരം സുധീഷ് ഇങ്ങനെ നോക്കിയിരിക്കുക, സുധീഷിനോട് എടുത്ത് കഴിക്കുക, അവർ കൈ കൊണ്ട് എടുത്ത് ഇങ്ങനെ കഴിക്കുക. അപ്പം സുധീഷ് വലിയ ജാടയ്ക്ക്
പറയാണ് കൈകൊണ്ട് പറ്റില്ല, സ്പൂൺ വേണം, സ്പൂൺ, ഹൈജീൻ്റെ കാര്യം ഇത് എന്നും പറഞ്ഞ് സ്പൂൺ എടുക്കുക. അപ്പോൾ നികേഷ് പറയും ഓ ഓ അവിടെയും കയറി ഗോൾ അടിച്ചല്ലേ, കൊള്ളാം കൊള്ളാം എന്നും പറഞ്ഞ് നിധിയെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സ്പൂണൊക്കെ എടുത്തിട്ട് നിധിക്കും എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുധീഷും എടുത്ത് ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പം ഒരു കോള് വരിക നിധിയുടെ ഫോണിലേക്ക്. നിധിയുടെ ഫോണിലേക്കല്ല, സുധീഷിൻ്റെ നമ്പറാണല്ലോ കുടിച്ചത്. അപ്പോൾ ഉടനെ പോയിട്ട് നമ്മുടെ നികേഷ് ഫോൺ എടുത്ത് കൊടുക്കുക. നികേഷ് ഫോൺ എടുത്ത് കൊടുക്കുമ്പോഴേക്കും അത് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പം നിധി സംസാരിക്കുകയാണേ. അപ്പം നിധിയോട് ആ പെൺകുട്ടി പറയാം, ഞാൻ ആ പെൺകുട്ടിയാണ്, ഇന്നലെ നിങ്ങൾ വീട്ടിൽ വന്നില്ലേ നിങ്ങളുടെ ചേട്ടനെ വിവാഹം ആലോചിച്ചുകൊണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് നിധി, എന്താ പറ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷത്തിൽ പറയാം. അപ്പോൾ പറയുന്നുണ്ടേ, അതെ നിങ്ങളുടെ ചേട്ടന് ഞാനും കൂടെ സെറ്റാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുക. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചമ്മലാവുക, ഒരു വിഷമാവും. അപ്പോൾ നിധി ചോദിക്കുക, അതെന്താ അങ്ങനെ പറയുന്നേ, എന്താ ഇപ്പോൾ ഉണ്ടായേ, ഫോൺ വിളിച്ചില്ലേ എന്ന് ചോദിക്കാം. ഫോൺ വിളിച്ചു, ഞാൻ നിങ്ങളുടെ ചേട്ടനെ 2-3 പ്രാവശ്യം വിളിച്ചു, ഇങ്ങോട്ടൊന്നും വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കായിരുന്നു. വിളിച്ചിട്ട് ഒരു ബോറനായിട്ടാണ് എനിക്ക് തോന്നിയത്, എപ്പോഴും കുക്കിങ്ങിനെക്കുറിച്ചും കൺസ്ട്രക്ഷനെക്കുറിച്ചും മാത്രം സംസാരിച്ച് നേരം കളയുന്നതല്ലാതെ എന്നോട് ഒരു കാര്യവും പേഴ്സണലായിട്ട് ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ഒരാളുമായിട്ട് ലൈഫ് സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സ്വഭാവവും പുള്ളിക്കാരൻ്റെ സ്വഭാവവും എൻ്റേർലി ഡിഫറൻറ്റാണ്. അതുകൊണ്ട് ഇത് നടക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പം നിധി ചോദിക്കും, അതൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും, കൂടുതൽ പരിചയപ്പെടുമ്പോൾ സുധീഷേട്ടനെ ഇഷ്ടപ്പെടും, നല്ല സ്വഭാവമാണ് സുഭാഷേട്ടൻ്റേതെന്നൊക്കെ പറയുകയാണ് നിധിയെ. അതൊക്കെ ആയിരിക്കും, പക്ഷേ എനിക്കത് സെറ്റാവുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. പുള്ളിക്കാരനെ വിളിച്ച് നേരിട്ടെങ്ങനെയാണ് പറയുന്നതെന്ന് ഓർത്തിട്ടാ ഇപ്പം നിങ്ങളെ വിളിച്ച് പറഞ്ഞത്, അതുകൊണ്ട് ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക. അപ്പോൾ നിധിക്കും സുധീഷിനും ഹരീഷിനും നികേഷിനും ഒക്കെ ഭയങ്കര വിഷമാവുക. അപ്പോൾ നിധി പറയാം, അയ്യോ അതങ്ങനെയായി പോയല്ലോ, ആ പെൺകുട്ടിക്ക് സുഭാഷിയേട്ടൻ ചേരില്ല എന്നാണ് പറയുന്നതെന്ന് പറയുക. അപ്പോൾ ഉടനെ നികേഷ് പറയാം, സുഭാഷിയേട്ടൻ ചേരുന്നത് ദേ അവൾ മാത്രമേ ചേരുള്ളൂ, ആ സുനന്ദ പുള്ളിക്കാരിയാണെങ്കിലേ പറ്റുള്ളൂ സുഭാഷിയേട്ടനെ സഹിക്കാൻ എന്ന് പറയാണ്. അപ്പോൾ നിധി പറയാം, സുനന്ദയ്ക്ക് വേറെ വിവാഹം ആലോചിച്ചും പോയില്ലേ, അത് ഉറപ്പിക്കുകയും ചെയ്തു, എങ്ങനെയെങ്കിലും സുനന്ദയും സുഭാഷിയേട്ടനും കൂടെ ഒന്നിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു, നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിക്കുക. അപ്പോൾ ഹരീഷൊക്കെ പറയണേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട് നിധി, ഒന്നും ചെയ്യാനില്ലെന്ന് നിങ്ങൾ പറഞ്ഞാലോ, സുഭാഷിയേട്ടൻ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ, ആ മനസ്സ് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാവോ, സുനന്ദയുമായിട്ട് ഒന്നിച്ച് ജീവിച്ചാൽ അവർ രണ്ടുപേരും സന്തോഷമാവും. സുനന്ദയെ എന്നെ കണ്ടപ്പോൾ കരഞ്ഞോണ്ടാണ് പറഞ്ഞത് സുഭാഷിയേട്ടനെ മറക്കാൻ പറ്റില്ല എന്നും സുനന്ദയുടെ ജീവിതം തീർന്നെന്നും ഒക്കെ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പം ഉടനെ തന്നെ സുധീഷ് പറയാം, വേറെ പണിയൊന്നുമില്ലേ, ഇനി എന്ത് ചെയ്യാനാ, നമ്മളങ്ങോട്ട് ചെന്നാൽ അവർ നമ്മളെ തല്ലി ഇറക്കി വിടും, ആട്ടി ഇറക്കുന്ന കാണാൻ ഇനി അവിടെ ചെന്ന് വിവാഹം ആലോചിക്കണമെന്നാണോ നിധി പറയുന്നത്. അപ്പം നിധി പറയാം, ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്നേ, അവസാന പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം, നടക്കുന്നെങ്കിൽ നടക്കട്ടെ, നമ്മൾ ശ്രമിച്ചില്ല എന്ന് വേണ്ടല്ലോ എന്ന് പറയാം. അപ്പം നികേഷ് പറയാം, വേണ്ട ഇടത്തി ഇതിനൊന്നും കൂട്ട് നിൽക്കാൻ പോകണ്ട, ഇതൊന്നും നടക്കില്ല എന്ന് പറയാം. അപ്പം സുധീഷിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് നിധി, നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ നിൽക്കുമോ, ഞാൻ എന്തായാലും നാളെ അവരുടെ വീട്ടിൽ പോയി സുഭാഷ് ഏട്ടൻ്റെയും സുനന്ദയുടെയും കാര്യം സംസാരിക്കാൻ പോവുക, അവരല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടത്, പണവും മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ എൻ്റെ കൂടെ വരുമോ എന്ന് എനിക്ക് അറിയേണ്ടത് എന്ന് ചോദിക്കാം. അപ്പോൾ സുധീഷ്, നിധി വിളിച്ചതല്ലേ അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല, നിധിയോട് പറയാം, ഞാൻ വരാം ഓക്കെ എന്ന് പറയാം. അപ്പോൾ നികേഷും ഹരീഷും പറയാം, ഞങ്ങളും വരാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എന്നുള്ള പേടിയുള്ളൂ, എന്ത് പ്രശ്നം ഉണ്ടാകാനാ, നമ്മൾ അവിടെ ചെന്ന് സുനന്ദയുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നു, ഈ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു, രണ്ടിലൊന്ന് തീരുമാനമാകട്ടെ എന്നും പറഞ്ഞ നിധി അവരെയും കൂട്ടിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ പോവാണ് കേട്ടോ നമ്മുടെ സുനന്ദയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വരുന്ന കണ്ട് സുനന്ദയുടെ അച്ഛനും അമ്മയും അതുപോലെ വലിയച്ഛനും എല്ലാം കൂടി ഇങ്ങോട്ട് ഇറങ്ങി, ഗംഗാധരനൊക്കെ ഇറങ്ങി വരിക. വന്നു കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട് സുനന്ദയുടെ അച്ഛൻ, എങ്ങോട്ടാ എല്ലാം കൂടി ഇങ്ങോട്ട് കെട്ടിക്കയറി വരുന്നത്, ഇതിനോടൊന്നും ഇങ്ങോട്ട് കയറി വരരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ എല്ലാം ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ സുനന്ദയോട് ഇറങ്ങി വന്നിട്ട് ലളിത പറയണേ, നീ എന്തിനാടി വരുന്നത്, നിനക്ക് നാണയില്ലേ ഇവന്മാരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ, ഇതിനു മുമ്പ് പോലീസിനെയും കൊണ്ടാണല്ലോ വന്നത്, അന്ന് ഞങ്ങൾ വീട്ടിൽ കയറി തല്ലിയെന്ന് പറഞ്ഞ് നിനക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ സുനന്ദ പറയാം, ഞാൻ വന്നത് സുനന്ദയോടായിട്ട് നമ്മുടെ നിധി പറയാം, ഞാൻ വന്നത് വേറൊന്നിനുമല്ല, നിങ്ങളോടൊന്ന് സംസാരിക്കാനാ, സുഭാഷ് ഏട്ടൻ്റെയും സുനന്ദയുടെയും കാര്യം സംസാരിക്കാനാന്ന് പറയാം. അപ്പോൾ ഉടനെ ലളിത പറയാം, നീ എന്തിനാണ് ഈ വന്നത്, നിനക്ക് നാണയില്ലേ സുഭാഷിൻ്റെ ഇവളുടെയും കാര്യം സംസാരിക്കാനായിട്ട് വരാൻ, നീ എന്താ നല്ലൊരു വീട്ടിൽ പറഞ്ഞ പെണ്ണ്, നല്ലതുപോലെ കാശുള്ള വീട്ടിൽ, എന്നിട്ട് വീട്ടുകാരാലോചിച്ച കല്യാണം വേണ്ടെന്ന് പറഞ്ഞതേ ഈ ഇവൻ്റെ കൂടെ ഈ എരപ്പാളിയുടെ കൂടെ ഇറങ്ങിപ്പോന്ന് നീയാണോ ഞങ്ങളോട് സംസാരിക്കാൻ വരുന്നത്, സുഭാഷിനും ഇവക്കും വേണ്ടി കല്യാണം ആലോചിക്കാൻ വരുന്നത്, ഞങ്ങളുടെ മോളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് പറയാം.
അപ്പോൾ ഉടനെ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട, സുഭാഷ് ഏട്ടനും സുനന്ദയും കൂടെ നല്ല ഇഷ്ടത്തിലാണ്, അവരൊന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വന്നത്, അതിന് ഞങ്ങളെ ആട്ടിക്കൊന്നും തുപ്പാനും ഒന്നും ആരും വരണ്ടാന്ന് പറയാം. അപ്പോൾ ഉടനെ സുനന്ദയുടെ അച്ഛൻ പറയാം, എല്ലാം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കും. എടി നാണം കെട്ടവളെ, നീയാണോ ഇവന്മാരെയും കൂട്ടിക്കൊണ്ട് വന്നത്? നിന്റെ വീട്ടിൽ നിന്ന് നീ ചാടി പോകുന്ന പോലെ എൻ്റെ മോളെയും ചാടിച്ച് കൊണ്ടുപോകാമെന്ന് നീ ഒന്നും വിചാരിക്കണ്ട. ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങിയില്ലെങ്കിൽ പോലീസിനെ വിളിച്ച് ഇവിടെ വരുമെന്ന് പറഞ്ഞ് ആട്ടി ഇറക്കി വിടുവാണ് കേട്ടോ അവരെ എല്ലാവരെയും. അപ്പോഴേക്ക് സുധീഷ് ഒക്കെ പറയുന്നുണ്ട്, ഇതിനൊക്കെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരുമെന്ന് പറയാം. പറഞ്ഞോളാം, തൽക്കാലം എല്ലാം കൂടെ ഇറങ്ങും, ദേ ഇവളെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോ, ഇവള് വീട്ടിൽ നിന്ന് ചാടി പോകുന്ന പോലെ എൻ്റെ മോള് സുനന്ദയെ ചാടി പോകത്തില്ല എന്ന് പറയാണ്. അങ്ങനെ സുനന്ദയുടെ അച്ഛനും അമ്മയും എല്ലാം കൂടെ ആട്ടി ഇറക്കുകയാണ് നമ്മുടെ നിധിയെയും മറ്റുള്ളവരെയും എല്ലാവരെയും കൂടെ. ഇതറിയുമ്പോഴേക്കും നമ്മുടെ സുഭാഷ് അങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ട്, ഈ നാണംകെട്ട ഏർപ്പാടിന് നീയൊക്കെ എന്തിനാ പോയത്, നിന്നോടൊക്കെ ആരാ പറഞ്ഞത് എനിക്ക് കല്യാണം ആലോചിക്കാൻ അവിടെ പോകാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുഭാഷ് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. വരുന്നതൊക്കെ നല്ല സംഭവബഹുലമായ എപ്പിസോഡുകളാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്